ഹായ് ഓൾ, എല്ലാവർക്കും അപ്ബീറ്റ് പിന്നക്കിൾ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ള കൂട്ടുകാരിലേക്ക് കൂടെ ഷെയറും കൂടെ ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മാത്സിലെ ബേസിക്കുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു, a⁻0യുടെ വാല്യൂ എന്താണ്, 1 അതെങ്ങനെ കിട്ടി എന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊന്ന് കാണുക. കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് നമ്മൾ കൊടുത്തിരിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത്. ഏതൊരു സംഖ്യയുടെയും പവർ എന്ന് പറയുന്നത് എന്താണ് എങ്കിൽ 0 ആണ് എങ്കിൽ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. ഈ വെരി ഇമ്പോർട്ടൻറ്റ് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്, പഠിച്ചു വെക്കണം. പല കാര്യങ്ങളും നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട കാര്യമാണ്. ഉദാഹരണമൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ പറയാൻ 2⁻0 എത്രയാണ്? 1 ആണ്. 3⁻0 എത്രയാണ്? 1 ആണ്. 5⁻0 എത്രയാണ്? 1 ആണ്. ഏതൊരു സംഖ്യയുടെയും പവർ 0 ആണെങ്കിൽ ഉത്തരം എന്തായിരിക്കും വരുന്നത്? 1 ആയിരിക്കും വരുന്നത്. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് a⁻m ഇൻറ്റു a⁻n, അതായത് രണ്ട് പവറുകളുള്ള സംഖ്യയുടെ ബേസ് താഴ്വശങ്ങൾ എന്താണ്? തുല്യമാണ്. ബേസ് തുല്യമാണ്, പവറുകൾ വ്യത്യാസമാണ് എങ്കിൽ അവിടുത്തെ ഇക്വേഷൻ എന്താ വരുന്നത് അറിയാവോ? a⁻m+n എന്നാണ് വരുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ 2⁻3 ഇൻറ്റു 2⁻2 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2⁻3+2, അതായത് എങ്ങനെ എഴുതാം? 2⁻5 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ആ ഫോർമുലയും പഠിച്ചേക്കുക. ദെൻ മൂന്നാമത്തെ ഫോർമുല നമ്മളിപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന കേസാണ് ഈ പറഞ്ഞത് എങ്കിൽ ഇനി ഡിവൈഡ് ചെയ്യുന്ന കാര്യം ഒന്ന് അറിഞ്ഞിരിക്കണം. അതായത് a⁻m ഡിവൈഡഡ് ബൈ a⁻n എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതിടാ? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത സമയത്ത് നമ്മൾ കൂട്ടുകയായിരുന്നെങ്കിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതിയടാ? മൈനസ് ചെയ്താൽ മതി. a⁻m-n. ഈ രണ്ട് ഫോർമുലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്തോ പ്രത്യേകത? രണ്ട് ഫോർമുലയുടെയും ബേസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഇവിടെ a ആയിരിക്കണം. ഇവിടുത്തെയും a അല്ലെങ്കിൽ ഒരേ സംഖ്യ ആയിരിക്കണം. a ഉദ്ദേശിച്ച ഒരേ സംഖ്യ ആയിരിക്കണം ബേസ്. അങ്ങനെ ഇങ്ങനെ എഴുതാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2⁻5 ഡിവൈഡഡ് ബൈ 2⁻4 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2⁻5 - 4 എന്തെന്ന് എഴുതാൻ പറ്റും? 2⁻1 എന്ന് എഴുതാൻ പറ്റും. ഓക്കെയാണോ? മൂന്ന് ഇക്വേഷൻസ് ആയി. a⁻0യുടെ വാല്യൂ എന്താണ്? 1 ആണ്. a⁻m ഇൻറ്റു a⁻n എന്താണ്? a⁻m+n ആണ്. a⁻m ഡിവൈഡ് ബൈ a⁻n എന്താ? a⁻m-n ആണ്. അതുപോലെ തന്നെയുള്ള അടുത്തൊരു ഫോർമുലയാണ് എന്തെന്ന് പറയുന്നത്? നെക്സ്റ്റ് അടുത്തൊരു ഫോർമുലയാണ് a⁻m⁻n. ഇങ്ങനെ തരികയാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ എന്താണ് വരുന്നത് അറിയാവോ? a⁻m-n എന്നാണ് വരുന്നത്. അതായത് 2⁻3³ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഇക്വേഷൻ എന്ത് കിട്ടുക? 2�9 എന്ന് വരും. അത് തമ്മിൽ ഗുണിച്ചാൽ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര എന്ന് കിട്ടും? 9 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ 4 ഫോർമുലയും മനസ്സിലാക്കാമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ഇനിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, താങ്ക് യു.